ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപ് നിലവിൽ ഇറാന് ഒരു കണ്ടീഷൻ വേറെ ഒന്നുമില്ല, ചർച്ച പരാജയപ്പെട്ടാൽ ശക്തമായ രീതിയിൽ ആക്രമണം തുടരും എന്നാണ് വീണ്ടും പറയുന്നത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാകിസ്ഥാനും അതുപോലെ ഖത്തറും ഇടപെട്ടുകൊണ്ട് മീഡിയേഷൻ ചർച്ച നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് അമേരിക്കയുടെ സൈഡിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അതായത് മീഡിയേറ്റേഴ്സ് നിർണായകമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അമേരിക്ക തന്നെയാണ് അവകാശപ്പെടുന്നത്. ഇതിനകത്ത് ട്രംപ് വീണ്ടും ഒരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത്. ശരിക്കും വീണ്ടും ഒരു ടൈം ലൈൻ കൊടുക്കുകയാണ്, സമയം കൊടുക്കുകയാണ്. ഈ സമയം ശരിക്കും ഇറാന് വീണ്ടും പ്രിപ്പയർ ചെയ്യാനും കൂടുതൽ അവരുടെ മിസൈൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും അതിലൂടെ നെക്സ്റ്റ് ലെവൽ ഓഫ് അറ്റാക്കിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പ്രിസൈസ് ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാപ്തി അവർ കൈവരിക്കും. അതിനു വേണ്ടിയിട്ട് മാത്രമേ ട്രംപിൻ്റെ ഈ ഒരു ഗ്യാപ്പ് ഉപകരിക്കുകയുള്ളൂ ഇറാന്. അല്ലാതെ തികച്ചും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കോ ഗുണപരമാകുന്ന രീതിയിലുള്ള കാര്യമല്ല ഈ ട്രംപ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. അപ്പോൾ എന്തായാലും ട്രംപിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ഇതിനകത്ത് രണ്ട് തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഒന്ന്, അമേരിക്ക എടുത്ത് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ സ്റ്റോക്ക് പൈൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ, മീൻസ് പാട്രിയോട്ട് സിസ്റ്റത്തിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ട്രംപ് പാകിസ്ഥാനെയും ഖത്തറിനെയും ഇറക്കി കളിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു വാർത്തയുണ്ട്. ആക്സിയോസ് ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പരമാവധി കപ്പലുകൾ ഇറാൻ നിർദ്ദേശിക്കുന്ന റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നത്, അമേരിക്ക എടുത്ത് ഇനഫ് ക്വാണ്ടിറ്റിയിലുള്ള വെപ്പൺസ് ഉണ്ട്, വെപ്പൺ ഇല്ലാതെയൊന്നും അവർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടില്ല. അതുപോലെ അമേരിക്ക ഇന്നല്ല യുദ്ധം നടത്തുന്നത്, അവർ നിരന്തരമായിട്ട് യുദ്ധം നടത്തുന്ന ആൾക്കാരാണ്. സോ അവരുടെ കയ്യിൽ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉണ്ട്, അതിൻ്റെ സ്റ്റോക്ക് പൈൽസ് ഒക്കെ റെഡിയാണ്. പക്ഷേ അവരുടെ ഒരു ടാക്ടിക്സ് ആണ് ഇറാൻ്റെ ഉള്ളിൽ മാരകമായിട്ടുള്ളൊരു ആക്രമണം, ഒരു രഹസ്യ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡൈവേർട്ട് ടാക്ടിക്സ്, അതാണ് അമേരിക്ക ഇപ്പോൾ കൈക്കൊള്ളുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഒരു സൈഡിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് പാകിസ്ഥാനും ഖത്തറും ഇടപെട്ടുകൊണ്ട് വീണ്ടും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ എന്നുള്ള നാടകം. കാരണം ഇറാൻ്റെ ഉള്ളിലുള്ള ഹാർഡ് കോർ IRGC അവരുടെ നിലപാടെന്താണ്, നിലവിൽ ഇറാൻ്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണ്, പാകിസ്ഥാനും ഖത്തറിനും അവിടെ ഇപ്പോൾ നിലവിലുള്ള റോൾ എന്താണ്, പാകിസ്ഥാൻ്റെ മീഡിയേഷൻ വീണ്ടും ഈ IRGCയുടെ ഉള്ളിൽ ശരിക്കും അബ്ബാസ് അറക്ചി, അതുപോലെ ഗാലിബാഫ്, മസൂദ് പെസസ്കിയാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നിലപാടുമായിട്ട് IRGC പൊരുത്തപ്പെടില്ല. അത് പൊരുത്തപ്പെടാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവർ ആരുമായിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ഇറാൻ്റെ IRGCയെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഒരു ഭരണകൂടം മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നാടകം ഇപ്പം അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടകം തന്നെ പറയേണ്ടി വരും. ഇവിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാഷിങ്ടൺ DC സന്ദർശനത്തിൻ്റെ പ്രസക്തി കൂടുന്നത്. പുള്ളിക്കാരൻ ഇസ്രായേലിൽ നിന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് മേജർ ടോക്ക് ഇറാനാണ്, ഇറാനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റുള്ള വിഷയങ്ങളൊക്കെ സെക്കൻഡറിയാണ്. ഇൻഫാക്റ്റ് ഗാസ, വെസ്റ്റ് ബാങ്ക്, ലെബനാൻ ഇതൊക്കെ ഇസ്രായേലിന് തന്നെ ഡീൽ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. അതേസമയം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാനാണ് മേജറായിട്ട്, അതായത് ഇസ്രായേൽ ഇറാൻ്റെ പ്രോക്സികളുമായിട്ടാണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ലിറ്ററലി ഇസ്രായേലും ഇറാനുമായിട്ട് തന്നെയാണ് യുദ്ധം നടത്തുന്നത്. ഈവൻ ഹമാസ് ത്രൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെസ്ബുള്ള ത്രൂ ആയിക്കോട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ഇറാനെതിരെ തന്നെയാണ് നടത്തുന്നത്. കാരണം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തുന്നത് ഇറാനാണ്. അപ്പം പ്രത്യക്ഷത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെയാണ് യുദ്ധം നടത്തുന്നത്. സോ ഇറാനാണ് മേജർ അജണ്ട. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മേജറായിട്ട് ചർച്ച ചെയ്യും എന്നാണ് നെതന്യാഹു പറഞ്ഞിട്ട് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. അമേരിക്കയിലേക്ക് എപ്പോഴൊക്കെ നെതന്യാഹു സന്ദർശനം നടത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ വീണ്ടും അതിരൂക്ഷമായ നിലയിൽ അമേരിക്ക ഇറാന് മേലിൽ ആക്രമണം നടത്തുന്ന സാഹചര്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ അപ്കമിങ് ഇലക്ഷൻ, അപ്പോൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഒരു ഹെൽപ്പ് നെതന്യാഹു തീർച്ചയായിട്ടും ആവശ്യപ്പെടുമെന്നാണ് പരമാവധി വിലയിരുത്തലുകൾ. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഇറാൻ്റെ അറ്റാക്ക് ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശമായിരിക്കും നെതന്യാഹുവിൻ്റെ സൈഡിൽ നിന്നും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഈ മാതൃകയിലായിരിക്കും വൈറ്റ് ഹൗസിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ പ്രവർത്തിക്കുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ തീരുമാനവും വളരെ നിർണായകമാണ് ഇവിടെ. അവർ കൃത്യമായിട്ട് ഇതിനെ ഒപ്പോസ് ചെയ്യും. ഇപ്പം തന്നെ ന്യൂയോർക്കിൻ്റെ മേയർ സോറാൻ മംദാനി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഡയലോഗ് പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പം നെതന്യാഹു അവിടെ ന്യൂയോർക്കിൽ ഇറങ്ങുമ്പോൾ, വാഷിങ്ടൺ സന്ദർശിക്കുമ്പോൾ ആ വാഗ്ദാനം പൂർത്തിയാക്കാൻ പറ്റുമോ മംദാനിയെ കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ
വട്ടപൂജ്യമാണ്. ഒരിക്കലും അങ്ങനെ പറ്റില്ല. എനിവേ പിന്നെ പുള്ളിക്കാരൻ ഇതിനു മുമ്പും ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നാണം കെട്ട വ്യക്തിയാണ്. വീണ്ടും ഒന്നുകൂടി നാണം കെടുന്നതിൽ പുള്ളിക്കാരന് വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു കുറവും പുള്ളിക്ക് വരാനില്ല. പുള്ളിക്കാരൻ്റെ പേരിൽ 2 അലിഗേഷൻ ഉണ്ട്. അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട്, ഒരു അറ്റൻഷൻ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ആ പ്രസ്താവന. എനിവേ അതൊരു സൈഡിൽ നമുക്ക് മാറ്റി നിർത്താം. കാരണം അയാളൊരു കോമഡി കഥാപാത്രമായിട്ട് മാറുകയാണ് സോറാൻ മംദാനി. അതിനോടൊപ്പം ഇൽഹാൻ ഒമർ, സൊമാലിയക്കാരി, ഇങ്ങനെ കുറച്ച് ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഉള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം പറഞ്ഞ് നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിൽ. ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇന്നലെ സൗദി അറേബ്യയ്ക്കുള്ളിൽ ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകൾ, അതായത് ഇറാഖിൻ്റെ ഉള്ളിലുള്ള മിലീഷ്യ ഗ്രൂപ്പുകൾ, അവർ സൗദി അറേബ്യക്കെതിരെ ഡയറക്റ്റായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഡ്രോണുകൾ അയച്ചുള്ള അറ്റാക്കുകളാണ് അവർ നടത്തുന്നത്. അപ്പോൾ ഇത് ശരിക്കും സൗദി അറേബ്യ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇറാഖിൻ്റെ ഉള്ളിലുള്ള ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകളാണ് ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയത് എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. ശരിക്കും ലിറ്ററലി ഇറാൻ സൗദി അറേബ്യയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിൻ്റെ ഉള്ളിലുള്ള ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇറാനികൾ തന്നെയാണ്. അവരാണ് സൗദി അറേബ്യക്കെതിരെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇനി സൗദി അറേബ്യയ്ക്ക് അവരെ തിരിച്ചടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സൗദി അറേബ്യ അവരെ തിരിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയ്ക്ക് നാണക്കേടാണ്. കാരണം സോവറിനിറ്റി വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടും അവർ തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്തൊരു രാജ്യമായിട്ട് മാറുകയാണ് എന്നുള്ളൊരു പിക്ചറായിരിക്കും പിന്നീട് സൗദി അറേബ്യയെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങൾ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് ലീഗ് രാജ്യങ്ങളെല്ലാം ഇങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്. കാരണം സൗദി അറേബ്യ തീർച്ചയായിട്ടും ഈ അറബ് ലീഗിൽ തന്നെ സുപ്രധാന പൊസിഷനിലുള്ള ഒരു ചെയർ പൊസിഷൻ വഹിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവർ തിരിച്ചടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ ഗതി എന്താണ്? ഇതൊരു സൈഡിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴാണ് ബഹ്റൈൻ പറയുന്നത് അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന്, മീൻസ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ, GCC രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് നമ്മൾ മിലിറ്ററി ട്രെയിനിങ് അഥവാ മിലിറ്ററി പ്രാക്ടീസ് നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ഇറാനെതിരെയുള്ള ഒരു സൂചനയാണ്. അതിന് ആഹ്വാനം നടത്തിയത് ബഹ്റൈനാണ്. ഇനി അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് നോക്കി കാണേണ്ട വിഷയമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ സൗദി അറേബ്യയ്ക്കുള്ളിൽ നടത്തിയ ആക്രമണം, ഇപ്പോൾ ഈ ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകൾ നടത്തിയ ആക്രമണത്തിൽ ശരിക്കും സൗദി അറേബ്യയ്ക്കുള്ളിൽ മാത്രമല്ല, അതേപോലെ ഇറാനാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഇറാഖിൻ്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇറാൻ്റെ ഉള്ളിൽ നിന്നും ഇറാഖിൻ്റെ ഉള്ളിലേക്ക് ആക്രമണം, അതേപോലെ ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകൾ സൗദി അറേബ്യയ്ക്കുള്ളിൽ ആക്രമണം. ഇനി ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു ഓയിൽ റിഫൈനറിയിൽ ഈ ആക്രമണം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇറാൻ മിലീഷ്യ ഗ്രൂപ്പുകൾ ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ സൗദി അറേബ്യയ്ക്കുള്ളിൽ ഒരു എണ്ണപ്പാടത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട്, അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഫുട്ടേജസ് സൗദി അറേബ്യ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇറാൻ നടത്തിയ അറ്റാക്ക്, ഇറാൻ ഡയറക്റ്റായിട്ട് ഇറാഖിൻ്റെ ഉള്ളിൽ എർബിൽ മേഖലയിൽ കുർദുകൾക്കെതിരെ നടത്തിയ അറ്റാക്കിൽ ശരിക്കും ഒരു ഡ്രോണിൽ നിന്നും മിസൈൽ വന്ന് പതിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എർബിലിൽ പതിച്ചിട്ടുണ്ട്. അവിടെ വീണ് പൊട്ടിത്തെറിക്കുന്ന വീഡിയോ ഫുട്ടേജസ് അവൈലബിൾ ആണ്. ഇത്തരത്തിൽ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അമേരിക്ക ഞങ്ങളെ ഒരു ആക്രമണം ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കൂടി ഇറാൻ ശരിക്കും ആക്രമണം നടത്താൻ തയ്യാറല്ല. അവർ IRGCയുടെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്, ആ അജണ്ട നടപ്പിലാക്കുകയാണ്. അതായത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതായത് പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം, പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇറാന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതൊരു ഗ്യാപ്പാണ്. കൃത്യമായിട്ട് അമേരിക്കയുടെ ബേസുകളെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണെന്നാണ് ഇറാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ തുടരെ ആക്രമണങ്ങൾ 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഇനി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ 1-2 ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെ ബേസ് എടുത്ത് മാറ്റണം എന്നുള്ളതാണല്ലോ ഇറാൻ്റെ ഡിമാൻഡ്. അപ്പോൾ ആ ഡിമാൻഡ് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശരിക്കും അമേരിക്കയെ അങ്ങനെ ഒരു റെസ്റ്റ് എടുത്ത് മാറിപ്പോകാനോ അല്ലെങ്കിൽ അവർക്ക് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇൻ്റർസെപ്റ്റേഴ്സ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം ലൈനോ കൊടുക്കരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് നീ ആക്രമണം നടത്തുന്നെങ്കിൽ നടത്തിക്കോ. ഇറ്റ് മീൻസ് അമേരിക്ക നീ ഇറാൻ്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, അതേസമയം ഞങ്ങൾ തിരിച്ചടിക്ക് തയ്യാറാണ് എന്നുള്ള നിലയിൽ ഇറാൻ റെസ്റ്റ് ഇല്ലാതെ ഈ യുദ്ധം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് IRGC വിങ്. കാരണം ഈ ചർച്ച നടത്തുന്നതെല്ലാം തന്നെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ല, അവരൊക്കെ ലിബറൽ മൈൻഡ് സെറ്റുള്ള IRGC മെമ്പേഴ്സാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഈ മെമ്പേഴ്സാണ്. അതായത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന, ഡിപ്ലോമാറ്റിക് ചാനൽ ത്രൂ ബന്ധപ്പെടുന്ന ആൾക്കാരാണ് ഇതുമായിട്ട് നെഗോസിയേഷൻ നടത്തുന്നത്. പക്ഷേ അത് ശരിക്കും കണ്ണിൽ പൊടിയിടൽ പരിപാടിയാണ്. കാരണം അവർക്ക് യാതൊരു റോളുമില്ല ഇറാൻ്റെ ഉള്ളിൽ റോളുള്ളത് IRGCക്കാണ്. IRGCയാണ് ഈ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ശരിക്കും അമേരിക്കയ്ക്ക് ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ആണ്. ഇത് എങ്ങനെ അമേരിക്ക മറികടന്ന് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കറിയില്ല. തുടങ്ങിയ യുദ്ധം അങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിച്ച് പിൻവലിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അമേരിക്കയ്ക്ക്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നെഗോസിയേഷൻ മുന്നോട്ട് പോകുന്നു, പോസിറ്റീവാണ്, പ്രൊഡക്റ്റീവാണെന്നൊക്കെ അമേരിക്ക പറയുന്നെങ്കിലും ഇറാൻ ആക്രമണം നിർത്തുന്നില്ല. പക്ഷേ അതേസമയം അമേരിക്ക ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ആക്രമണം നിർത്തിവെച്ചിട്ട് ഞാൻ ഇറാനെ അങ്ങനെ അടിച്ചു കളയും, ഞാൻ ഇറാനെ ഇങ്ങനെ ആക്കി കളയും, നെഗോസിയേഷൻ ഫെയിലായി കഴിഞ്ഞാൽ ഇറാൻ്റെ മേളിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തും, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആക്രമണം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടതാണ്. നെഗോസിയേഷൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒപ്പിടുന്ന ആ മൊമെന്റിൽ വേണമെങ്കിൽ ആക്രമണം നിർത്താവുന്നേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് പലതവണ ഇതേപോലെ നെഗോഷിയേറ്റ് ചെയ്ത് അത് പരാജയപ്പെട്ട അവസ്ഥയിലാണ് വീണ്ടും ഈ യുദ്ധം റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീണ്ടും 13-14 ദിവസം ഈ യുദ്ധം നടത്തിയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ 14 ദിവസം നടത്തിയ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതായത് ഇറാൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സോൾജേഴ്സിനോട് ചെയ്യുന്ന ഒരു നീതികേട്, ഒരു നെറികേട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ വന്ന ട്രംപ് തന്നെ സോഷ്യൽ മീഡിയയിൽ, ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പല രീതിയിലുള്ള പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ ചിരിച്ച് മണ്ണ് തപ്പേണ്ട അവസ്ഥയാണ്. ആ രീതിയിലാണ് പുള്ളിക്കാരൻ്റെ കോമാളിത്തരങ്ങൾ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ അമേരിക്കയെ രക്ഷപ്പെടുത്താൻ വന്ന ഒരു രക്ഷാധികാരി അപ്പോൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്? വളരെ അഗ്രസീവായിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കേണ്ടതാണ്. അവിടെ ഒരു നെഗോസിയേഷൻ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ നെഗോസിയേഷൻ എടുത്ത് മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഒരു ഡീൽ ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നിർത്തുകയാണ്. ഇവിടെയാണ് വളരെയധികം കാര്യങ്ങൾ ഗുരുതരമായി അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ട്രംപിന് പലപ്പോഴായിട്ട് പാളിച്ചകൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഗുരുതര വീഴ്ചയാണ്. ശരിക്കും ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് ശരിക്കും ഈ യെല്ലോ ലൈൻ ഗാസയ്ക്കുള്ളിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ സെൻട്രൽ ഗാസയിലായിക്കോട്ടെ, അതേപോലെ തന്നെ ദേരൽബല, സലാൽദിൻ റോഡ്, അതേ അൽസനോഫർ ഏരിയ, ഇത്തരത്തിലുള്ള ഏരിയകളിലെല്ലാം യെല്ലോ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അവർ യെല്ലോ ലൈൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ലൈനിൽ ഒരു റോഡ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. സലാൽദിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഗാസയ്ക്ക് ഇപ്പം ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. ഹമാസ് എത്രമാത്രം ഗാസ ജനങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താലും ഇപ്പോൾ ആ വാഗ്ദാനങ്ങളിലൊന്നും പൊതുജനങ്ങൾക്ക് വിശ്വാസമില്ല ഗാസയ്ക്കുള്ളിൽ. പ്രത്യേകിച്ച് ഗാസ ജനങ്ങളിപ്പം ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന വിഷയം വേറെ ഒന്നുമില്ല. ഇസ്രായേൽ ഈ കുറേ കാലം കൊണ്ട് തന്നെ ഗാസയുടെ 65% സ്ഥലം ഇപ്പം ഏറ്റെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിനെയും ഒക്കുപ്പൈഡ് പാലസ്തീൻ എന്നാണ് അവർ വിളിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പുതിയ സെറ്റിൽമെൻറ്റുകൾ തുടങ്ങുമെന്നുള്ളൊരു ഭീതി അവർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ടുള്ള എക്സ്പാൻഷൻസ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അറബ് വില്ലേജുകളൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേടി ഗാസ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ വെച്ചിരിക്കുന്ന ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടികളുടെ ആ ഒരു ഉയരവും അതേപോലെ തന്നെ ഈ യെല്ലോ ബ്ലോക്കിൻ്റെ ആ ഒരു വലുപ്പവും. ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ആ യെല്ലോ ബ്ലോക്കിൻ്റെ ആ ഒരു വലുപ്പം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന മാപ്പിലാണ് കൃത്യമായിട്ട് എവിടേക്കാണ് ഈ റെഡ് ലൈനിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നത്, അതാണ് ശരിക്കുമുള്ള യെല്ലോ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ യെല്ലോ ലൈൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അപ്ഡേറ്റ് മീൻസ് അപ്ഗ്രേഡ്. ഒരു സൈഡിലൂടെ അത് നീക്കി ഗാസയെ പൂർണ്ണമായിട്ടും ഇസ്രായേലിനോട് അനക്സ് ചെയ്യാനുള്ള ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള നിലപാടാണ് ഇസ്രായേലിൻ്റെത്. ആ നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഈ കല്ലുകളും മുന്നോട്ട് നീങ്ങുന്നതിന് അതാണ് പ്രധാനപ്പെട്ട കാരണം. നോർത്തേൺ ഗാസയിൽ ശരിക്കും ഒരു ടണൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇസ്രായേൽ ഒരു 35% ആയിട്ട് ഗാസയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ടണലുകളുണ്ട്. അതിലൊരു ടണലിൻ്റെ അടുത്താണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പ്ലെൻറ്റി ഓഫ് ടൈം ഉണ്ട്, എനിക്ക് ഒരുപാട് സമയമുണ്ട്. അതെല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരുപാട് സമയമുണ്ട്. അതേസമയം നെഗോസിയേഷൻ ഫെയിലാകുന്ന പക്ഷത്തിൽ സ്ട്രോങ് ആയിട്ട് ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവസാനം ജർമ്മനി 2 കപ്പലുകൾ, 2 ഡിസ്ട്രോയർ ഷിപ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് രണ്ടും, ഒരെണ്ണം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനും മറ്റൊന്ന് ബാബൽ മന്ദേബിലും സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അവർ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യൂറോപ്യൻ കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി 2 കപ്പലുകളെ അവർ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് ഈ 2 മേഖലകളിലായിട്ട്, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലും ബാബൽ മന്ദേബിലും. അതുപോലെ ലെബനൻ്റെ ഉള്ളിൽ കർദൽ ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. ഹെസ്ബുള്ളയുടെ ബാങ്കിങ് സിസ്റ്റമാണിത്. അതിൻ്റെ പുതിയ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹെസ്ബുള്ള സംഘടന ഒരു ബിൽഡിങ്ങിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് അവരത് റിജക്റ്റ് ചെയ്തു. ആ ബ്രാഞ്ച് ഞങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ലീസിന് കൊടുത്ത് അതിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതിൻ്റെ നെയിം ബോർഡൊക്കെ അടിച്ച് വെച്ച് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ബിൽഡിംഗ് ഉടമ പറയുന്നത് അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഇസ്രായേൽ എയർഫോഴ്സ് ടാർഗറ്റ് ചെയ്ത് ആ ബിൽഡിങ്ങിനെ
തകർക്കാൻ സാധ്യതയുണ്ട്. സോ അതൊരിക്കലും ഇവിടെ കർദൽ ഹസൻ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബിൽഡിംഗ് ഉടമയുടെ നിലപാട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലെബനൻ ഗവൺമെന്റിന്റെ നിലപാട് മാറ്റത്തിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ലെബനന്റെ ഉള്ളിൽ വരുന്നത്. കാരണം ഈ കർദൽ ഹസൻ എന്ന് പറഞ്ഞ ബാങ്ക് നടത്തുന്ന പണപ്പട്ടുവാട, ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും ഈ വരുമാനം കൊണ്ട് ഹെസ്ബുള്ള നടത്തുന്നത് ഭീകരവാദമാണ്. ശരിക്കും ലെബനന്റെ ഉള്ളിൽ ഭീകരവാദമാണ് അവർ നടത്തുന്നത്. അത് ശരിക്കും ഇസ്രായേലിനെതിരെയാണ് ആ ഭീകരവാദം ലെബനന്റെ ഉള്ളിൽ തുടരുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു മണി സോഴ്സാണ് ഈ അൽ കർദൽ ഹസൻ എന്ന് പറഞ്ഞ ഈ ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ അത് തകർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. നിരവധി കർദൽ ഹസൻ ബാങ്കുകളെല്ലാം തന്നെ ഇസ്രായേൽ ഓൾറെഡി തന്നെ ലെബനന്റെ ഉള്ളിൽ അടിച്ച് തകർത്തിട്ടുണ്ട്. പല ബിൽഡിങ്ങുകളുടെ അണ്ടർഗ്രൗണ്ടിലും ഇവരുടെ രഹസ്യമായിട്ടുള്ള ഈ മണി സേവിങ് വാലറ്റുകളുണ്ട്. അവിടെ ഗോൾഡ് ഉൾപ്പെടെയുള്ള ഗോൾഡ് ബിസ്ക്കറ്റുകൾ, ഗോൾഡ് ഓർണമെന്റ്സ്, അതേപോലെ $US കറൻസീസ്, അതേപോലെയുള്ള കംപ്ലീറ്റ് പണമിടപാടുകളും ഇവർ അണ്ടർഗ്രൗണ്ടിലാണ് സ്റ്റോറേജ് ചെയ്ത് വെച്ചിരുന്നത്. അതെല്ലാം തന്നെ ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ഇട്ട് അടിച്ച് തൂത്തുപിറക്കി കളയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള അൽ കർദൽ ഹസൻ എന്ന് പറഞ്ഞ ഈ ബാങ്കിങ് സിസ്റ്റം ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ പൈസയും വേണ്ട, നിങ്ങളുടെ ഓഫീസും കൂടെ തുറക്കരുത്. തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയാണ്, ഞങ്ങളുടെ എൻ്റർ ബിൽഡിംഗ് തന്നെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് കളയും. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് ഒഴിവാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഖത്തറിൻ്റെ ഫോറിൻ മിനിസ്റ്ററും സൗദി അറേബ്യയുടെ ഫോറിൻ മിനിസ്റ്ററും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ മിലീഷ്യ ഗ്രൂപ്പുകളുടെ ആക്രമണം, ഇറാഖിൻ്റെ സൈഡിൽ നിന്നും സൗദി അറേബ്യക്കുള്ളിൽ വന്ന ആക്രമണത്തിന് രണ്ട് രാജ്യങ്ങളും കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പരമാവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ, GCC രാജ്യങ്ങളെല്ലാം തന്നെ ഈ ആക്രമണത്തിനെ അപലപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനെ തിരിച്ചടിക്കാനുള്ള കെൽപ്പ് ഈ രാജ്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാൻ സ്വയമേ മിസൈലും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് സെൽഫ് റെസലിയൻറ്റിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പം ഇറങ്ങി വന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി അഥവാ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് സപ്പോർട്ടായിട്ട് അമേരിക്ക നിൽക്കുന്നു എന്നുള്ളൊരു പ്രതീതി അത് സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിന് പ്രസക്തിയുള്ളത്. അമേരിക്ക ഇങ്ങനെ നിർത്തി അറ്റാക്ക് നടത്തുന്നത് ശരിക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് ബാധിക്കുന്നത്. കാരണം അമേരിക്ക റെപ്രസെന്റ് മിഡിൽ ഈസ്റ്റ് GCC കൺട്രീസ്. ആ പ്രതിനിധി ശക്തമായ രീതിയിൽ അവരുടെ ജോലി നിർവഹിക്കുന്നില്ല. ഒരു 10 ദിവസം അറ്റാക്ക് ചെയ്യുന്നു, പിന്നെ നിർത്തുന്നു, പിന്നെ ഒരു 15 ദിവസം അടിക്കുന്നു, പിന്നെ നിർത്തുന്നു. ഈ പരിപാടി ഇറാന്റെ മുന്നിൽ, ഇത്തരത്തിലുള്ള ആക്രമണ ശൈലി ഇറാന്റെ മുന്നിൽ ചിലവാവില്ല. ശരിക്കും ശക്തമായ രീതിയിൽ തുടരെ കൺസിസ്റ്റന്റ് ആയിട്ട്, ഞാൻ ഇതിനു മുമ്പ് പലതവണ എൻ്റെ വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് എത്ര നാൾ ഇതേ ശൈലിയിൽ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള സ്ഥലത്താണ് യുദ്ധത്തിന് വിജയം വരിക. പ്രത്യേകിച്ച് ഇറാനെതിരെയുള്ള യുദ്ധത്തിന്. ഞാൻ ഇപ്പോഴും അത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു ബ്രേക്ക്, അത് ഒരിക്കലും അമേരിക്കയ്ക്ക് ഗുണം ചെയ്യില്ല, ഇസ്രായേലിനും ഗുണം ചെയ്യില്ല, എൻ്റെ റീജിയനായിട്ടുള്ള മിഡിൽ ഈസ്റ്റ് റീജിയനിൽ തന്നെ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.